ഹല്ലേലൂയ, ഹല്ലേലൂയ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിൻ്റെ മഹത്വം, അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിൻ്റെ മഹത്വം, അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിൻ്റെ മഹത്വം, അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിൻ്റെ മഹത്വം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി ഞങ്ങളുടെ ദൈവമേ, സ്നേഹവാനായ സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതവേളയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തുകയും ഞാൻ അവരുടെ മധ്യയോട് നല്ലി ചെയ്ത കർത്താവ് ഞങ്ങളുടെ മധ്യ ഇന്ന് പകൽവേള എഴുന്നള്ളി വന്നിരിക്കയാൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചിരിക്കയാൽ നന്ദി. പൂർവിതാക്കന്മാർ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം രാവിലെ സമയം കൂടി വന്നതുപോലെ ഞങ്ങളുടെ സന്നിധാനത്തിൽ അങ്ങേ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളിൽ ജീവൻ പകർന്ന ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ അവസാനത്തുള്ള രക്തം വരെ ഒഴുക്കി ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ കർത്താവിനെ ആരാധിപ്പാൻ, ഞങ്ങളുടെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ആയുസ് ദീർഘിപ്പിച്ച് നൽകി, ഞങ്ങൾക്ക് ആരോഗ്യം നൽകി. ഇന്ന് പകൽവേള ഞങ്ങളെ കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തിനും ദൈവത്തിൻ്റെ കരുതലിനും വിശ്വസ്തകൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ, ഇത്രത്തോളം സഹായിച്ചല്ലോ. ഞങ്ങളുടെ ജീവിത കർത്താവെ യാത്രയിൽ അങ്ങ് ഞങ്ങളോടൊപ്പം വരും, ഞങ്ങളെ വഴി നടത്തി, ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നെല്ലാം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. നേരിടാമായിരുന്ന എല്ലാ ദോഷങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും പ്രയാസങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ വിടുവിച്ച് ദൈവം ഞങ്ങളെ ക്ഷേമത്തോടെ ഇന്ന് പകൽ വേള അങ്ങേ ആരാധിപ്പാൻ കൂട്ടിവരുത്തത് ഓർത്ത് സ്തോത്രം. ഇന്ന് പകൽ സമയത്ത് ഈ വിശുദ്ധ സഭായോഗ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. വലിയ ആത്മപകർച്ച ഞങ്ങളുടെ മധ്യ ഉണ്ടാകുകയാക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ, സംസാരിക്കണമേ. അങ്ങയുടെ സന്നിധാനം ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന വിടുതലായി തീരുവാൻ, ദൈവനാമത്തിന് മഹത്വമായി പുകഴ്ചയായി തീരുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവേ സ്തോത്രം, സ്തോത്രം. അങ്ങയുടെ സന്നിധാനത്തിൽ അങ്ങ് ആരാധിക്കുമ്പോൾ കർത്താവേ സ്തോത്രം, ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ ഓരോരുത്തരും വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ ഓരോരുത്തരും വ്യാപരിക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആരംഭിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവസാനിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയായി കുടിവരവായി ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തെ ദൈവം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അന്യചിന്തകളോടെ അലസതയോടെ ഉദാസീനതയോടെ ഞങ്ങൾ ആര് ദൈവത്തിലായിരിക്കാൻ അനുവദിക്കല്ലേ. ഏകാഗ്രതയോടും ഭയഭക്തിയോടും അങ്ങയുടെ സന്നിധാനത്തിലായിരിക്കാനും അങ്ങേ ആരാധിച്ച് അങ്ങേക്ക് മഹത്വം കരേറ്റുവാനും സ്തുതി സ്തോത്രയാങ്ങളാൽ അങ്ങേക്ക് കർത്താവേ നന്ദി കരേറ്റി സന്തോഷത്തോടെ അനുഗ്രഹം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് ഭവനിലേക്ക് മടങ്ങിപ്പോവാൻ തക്കോണി പ്രഭാതവേളയിൽ ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, സ്തോത്രം. കിടന്നുകളെ പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തണമേ. വഴിമതിയായിരിക്കുന്നവരെ സൂക്ഷിക്കണം, വാഹനങ്ങളെ നിയന്ത്രിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവേ കടന്ന എല്ലാ ദൈവജനത്തെ ഏൽപ്പിക്കുന്നു. അവരുടെ യാത്രയിലും കൂടുന്ന സഹായിച്ചല്ലോ, ക്ഷേമത്തോടെ കൂട്ടി വരുത്തിയല്ലോ. കർത്താവേ, തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളുമേലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചവരുടെയാക്കണമേ. ആത്മാവിൽ ആരംഭിച്ച് ആത്മാവിൽ അവസാനിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയാക്കി ദൈവം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ, തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ, ഒരു ദോഷവും ഉണ്ടാകാതെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ പകർന്ന് ഞങ്ങളെ ആദരിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ വിധത്തിലും മഹത്വപ്പെടുന്ന പ്രാർത്ഥന യാചന ഘട്ടനായി സ്തോത്രം. ആത്മാവിൽ പാടുവാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. ആത്മാവിൽ സൂക്ഷിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കവിഞ്ഞൊഴുക്കുണ്ടാകൂടെയാക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട സംഗീതത്തിൻ്റെ ഭാഗങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ഓർത്ത് സ്തോത്രം. നല്ല ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചിന്തകൾ ഞങ്ങൾക്ക് നൽകുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, തിരുനാമത്തിന് മഹത്വമായി തിരുടയാക്കണം. ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞ് പാടുവാൻ, ഞങ്ങൾക്ക് ചേർന്ന് ആത്മനിറവിൽ അങ്ങേ ആരാധിപ്പാൻ, പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്യണം. മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു സ്തോത്രഗീതം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം. സർവ്വസൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാനെന്നുള്ള പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് കരങ്ങളെ അടിച്ച് ശബ്ദം ഉയർത്തി ദൈവത്തെ പാടി ആരാധിപ്പണ്ടയാകട്ടെ. സർവ്വസൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ.
സർവ സൃഷ്ടികളും ഒന്നാം പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോടിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോടിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണയത്രയോ അതിവിശിഷ്ടം സ്നേഹമാചര്യമേ. തന്റെ കരുണയത്രയോ അതിവിശിഷ്ടം സ്നേഹമാചര്യമേ. ലംഘനങ്ങളും എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. ലംഘനങ്ങളും എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. രോഗാശയെനിക്കു സഹായകനും ഗീതവുമാവൻ. രോഗാശയെനിക്കു സഹായകനും ഗീതവുമാവൻ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ ആത്മസാഖിയുമാവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ ആത്മസാഖിയുമാവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. നന്ദി കൊണ്ടുള്ള ഓർക്കുമ്പോൾ നന്ദി കൊണ്ടുള്ള തുള്ളുന്നേ. യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗാശയ്യയിലെനിക്കു സഹായകനും ഗീതവുമാവൻ. രോഗാശയ്യയിലെനിക്കു സഹായകനും
രക്ഷതാവുമേ ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവേ, യേശു മാറാത്തവേ, Glory to യേശു God. Hallelujah. Thank you, Jesus. യേശു മാറാത്തവേ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ, തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാം. Amen. Hallelujah. വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാം. ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ Glory to God. Glory to God. Glory to God. Amen. Amen. ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവേ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവേ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. Glory to God. Hallelujah. യേശുവിന്റെ രക്തജയം. Hallelujah. ഉപദേശവും തന്നു. ആയുധ ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടുള്ള അത്ഭുത ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി Glory, glory, glory. യേശു Amen. Hallelujah. യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, Amen. Hallelujah. ഇന്നുമെന്നും Glory to God. Glory to God. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു ശക്തിയോടെ ശക്തിയോടെ Glory to God, Jesus. Hallelujah, ദൈവത്തെ ആരാധിക്കട്ടെ. Glory to your Jesus.
Glory to God, Jesus. Glory to God, Jesus. നമ്മുടെ തലകളെ വീണ്ടും മടക്കി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ശുദ്ധ സഭായോഗമായി ദൈവമാത പീഠത്തിൽ ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അവസരം കൂടുതലായി നൽകി. ഈ ആഴ്ചയുടെ കഴിഞ്ഞ ദിനങ്ങളൊക്കെ ദൈവം നമ്മെ ഭദ്രമായി സൂക്ഷിച്ചു. നേടാമായിരുന്ന അനർത്ഥങ്ങൾ, അപകടങ്ങൾ, കഷ്ടനഷ്ടങ്ങളൊക്കെ നമ്മെ വിടുവിച്ച് സൂക്ഷിച്ചു. നമ്മുടെ സമശിഷ്ടങ്ങൾ അനേകർ ദുഃഖത്തിലും വേദന നിരാശയിലുമായി തീർന്നപ്പോൾ, അപ്രതീക്ഷിതമായ അനേകർ ലോകത്തോടെ യാത്ര പറഞ്ഞപ്പോൾ, നമ്മെ നമ്മുടെ പ്രിയപ്പെട്ടവരെയും കരുണയോടെ ദൈവം കാത്തു കഴിഞ്ഞ രാത്രി വേള സുഖകരമായ വിശ്രമത്തെ നൽകി. ദൈവം നമ്മെ താങ്ങിയതിനാൽ ഉണരുവാൻ, എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായി കർത്താവ് അവസരം ഒരുക്കി തന്നല്ലോ. ഇന്ന് പകൽ വേള ദൈവം നമ്മെ കൂട്ടിവരുത്തി ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്ത്, ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാനാകട്ടെ. ഇന്ന് പകൽ വേള നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന ദൈവനാമത്തിന് മഹത്വമായി നമുക്ക് ഏവർക്കും അനുഗ്രഹമായി വിടുതലായി തീരേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു എല്ലാ ദൈവമക്കളെ ദൈവം അനുഗ്രഹിച്ച് സഹായിക്കേണ്ടതിനായി, ആരും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ എത്ര വേഗം ദൈവം കൂട്ടി വരുത്തേണ്ടതിനായി, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവകൃപ ചെയ്യേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷാൽ കർത്താവിന് വിലയേറുമേശ നമ്മുടെ മധ്യമുണ്ടല്ലോ. വളരെ പ്രാഗൽഭ്യത്തോടുകൂടി പങ്കാരായി തീരുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി, ശക്തീകരിക്കേണ്ടതിനായി നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന്, ദൈവം നമ്മെ കഴുകേണ്ടതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നുറുങ്ങപ്പെട്ട ശരീരം, നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തം, ഹല്ലേലൂയ, നമ്മുടെ വീണ്ടെടുപ്പിനാണുള്ള ഉത്തമ ബോധ്യത്തോടെ ഇന്ന് പകൽ വേള ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാകട്ടെ. ഹല്ലേലൂയ. നല്ല സംഗീതത്തിന്റെ ഭാഗം നമുക്ക് നൽകുന്നത് ഓർത്ത്, നല്ല സാക്ഷ്യങ്ങളെ, നല്ല വചന ചിന്തകളെ ദൈവം നമുക്ക് നൽകുന്നത് ഓർത്ത്, ഹല്ലേലൂയ, തുറന്നും ആത്മാവിൽ പാടി ആരാധിപ്പാൻ ദൈവത്തെ ശക്തീകരിക്കേണ്ടതിനായി, ദൈവകൃപ മേൽ പകർന്നു മാനിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഏൽപ്പിച്ചുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തുറന്നു നടക്കുന്ന അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന സഹോദരന്മാരുടെ ആൾക്കാർ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. ഞങ്ങളുടെ കരുണയുള്ള ദൈവമേ കർത്താവേ, ഈ മനോഹരമായ പ്രഭാതവേളയിൽ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഞങ്ങളുടെ രക്ഷിതാവുമായ ദൈവത്തെ ആരാധിപ്പാൻ ആയുസ്സിലൊരിക്കൽ കൂടെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ് ഈ രാജ്യത്തുള്ള പ്രവാസകാലത്ത് ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ സഹായിച്ചു. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിൽ ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ വ്യത്യസ്തയിടങ്ങളിൽ പാർത്തു, വിവിധമായ ജോലി കാര്യങ്ങൾ ഇടപെട്ടു. ഞങ്ങളുടെ പോക്കിലെ വാരമില്ല, ഞങ്ങളുടെ ഗമനാഗമനങ്ങളിൽ ദൈവം ഞങ്ങളെ സഹായിച്ചു. പാട്ടുകാരൻ പാടുന്ന പോലെ ഇന്നും എന്നും കൂടെ ഇരിക്കുന്ന കർത്താവിൻ്റെ സാഹിത്യം ഞങ്ങളോട് കൂടെ ഇരുന്നു. യേശു മാറാത്തവൻ, മാറാത്തവൻ, ഞങ്ങളുടെ രോഗശൈലിയിൽ ഞങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഗാന കർത്താവെ പാട്ടിനോട് ചേർന്ന് ഇന്ന് രാവിലെ സമയം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നെന്ന് എൻ്റെ ഹൃദയം പറയുന്നു.
ഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകരുന്ന സങ്കീർത്തനക്കാരനായി ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പോലെ രാവിലെ സമയം സഭയായി ഞങ്ങൾക്ക് കടന്നു വന്ന് അങ്ങയുടെ മുഖം അന്വേഷിപ്പാൻ ഞങ്ങൾക്ക് തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. തന്ന ആരോഗ്യത്തിനായി, ആയുസ്സിനായി, സൗഖ്യത്തിനായി, ദൈവീയ സമാധാനത്തിനായി സ്തോത്രം. കർത്താവ്, നിന്റെ ജനമായ ഇസ്രായേലിനെ മരുഭൂമിയിൽ നടത്തിയ കർത്താവ്, ഞങ്ങളെ സഭയായി, കുടുംബങ്ങളായി, ദേശത്തെ കർത്താവ് സഭയാം കുടുംബങ്ങളെ അത്ഭുതകരമായി കഴിഞ്ഞ ദിനങ്ങളിൽ വഴി നടത്തിയല്ലോ. ഞങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമായ സകലവിധ നന്മകളും തന്ന് ഞങ്ങളെ നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാവിലെ സമയം സന്തോഷത്തോടെ കടന്നു വന്ന് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. നല്ല ഗാനങ്ങൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപയതല്ലോ കർത്താവെ. തുടർന്നും കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവ് ചേർന്ന് ഒരുമിച്ച് ദൈവനാമത്തിന് മഹത്വമാകുമാറ് ഞങ്ങളുടെ ആരാധന കർത്താവെ അങ്ങേക്ക് പ്രസാദകരമാവുന്ന നിലയിൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ കൃപ തരണമേ. നല്ല സങ്കീർത്തനത്തെ തരണമേ കർത്താവെ. സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പ്രബോധനങ്ങൾ ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ വളരെ സൂക്ഷിച്ച് ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങൾ കൃപ തരണമേ. കർത്താവിന്റെ മേശ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ, അനുഗ്രഹിച്ചിരണമേ. ശുശ്രൂഷിപ്പാന്റെ ദാസനെ ബലപ്പെടുത്തണമേ. വളരെ ഭയഭക്തിയോടെ കർത്താവിന്റെ മേശയിലേക്ക് കരം നീട്ടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. മുഴുവൻ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പം ദയതോ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം വരണം പിതാവേ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് 95-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. സാം നമ്പർ 95, 95-ാം സങ്കീർത്തനം. Praise you, Jesus. 95-ാം സങ്കീർത്തനം അവസാനത്തെ വാക്യം നമുക്കൊരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് അർപ്പിടുക. സോദരത്തോടെ അവന്റെ സന്നിധി ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ ഭാഗങ്ങളുണ്ട്, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈകളെ ആളുകളും തന്നെ. നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരിബിയെ പോലെയും മരുഭൂമിയിലെയും ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്നവർ ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്ന് ഞാൻ പറഞ്ഞു. ആകയാൽ അവൻ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്നും ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. ഇന്ന് പകൽ വേള നമ്മുടെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ മുട്ടുകുത്തുവാൻ, നമ്മുടെ ദൈവത്തെ വണങ്ങി നമസ്കരിപ്പാൻ, നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ. ദൈവം നമ്മെ ആയുസ്സോടെ ആരോഗ്യത്തോടെ കൂട്ടി വരുത്തിയല്ലോ. ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലിയത്! ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ട് സന്തോഷിപ്പാൻ, ദൈവകൃപ അനുഭവിച്ചറിവാൻ കഴിഞ്ഞ നാളുകൾ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത്, ദൈവത്തിന്റെ കരുതലെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അല്പസമയം കൂടെ നാം ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. സ്തോത്രം. നമ്മുടെ പിതാവായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. സ്തോത്രം. നമുക്ക് വേണ്ടി ജീവൻ നൽകിയ, ഹല്ലേലൂയ, സ്തോത്രം, സകല മുഴങ്കാലുകളും അടങ്ങുന്ന ദൂതന്മാർ ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാമല്ലോ. ദൈവപിതാവേ, എന്നുടെ താതൻ നീ. ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കും.
നീ ദൂതന്മാരാപകൽ വാഴ്ത്തിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെ നേരം എന്നുമെന്നും നീ ആരാധ്യനാ നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെ നേരം എന്നുമെന്നും നീ ആരാധ്യനാ നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ യേശുനാഥായൻ കർത്തനാം രക്ഷകൻ നീ ദൂതന്മാരാപകൽ വാഴ്ത്തിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെ നേരം എന്നുമെന്നും നീ ആരാധ്യനാ നന്ദിയാൽ വണങ്ങും നദിയോടെ ബന്ധപ്പെടുത്തി ആരാധിക്കട്ടെ. എന്നുമെന്നും നീ ആരാധ്യനാ നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും Yes. സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ പാവനാത്മാവേ ആശ്വാസപ്രദൻ നീ ദൂതന്മാരാപകൽ വാഴ്ത്തിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെ നേരം എന്നുമെന്നും നീ ആരാധ്യനാ നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെ നേരം എന്നുമെന്നും നീ ആരാധ്യനാ നീ പരിശുദ്ധൻ Hallelujah. പരിശുദ്ധനായ നമ്മുടെ ദൈവത്തെ ദൈവമേ സ്തുതിക്ക് യോഗ്യനായ ദൈവത്തെ ബന്ധപ്പെടുത്തട്ടെ. മാത്രം Hallelujah. യോഗ്യനാ ആരാധനയും സ്തുതി
നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. അടുത്തതായി നാം ഒരു തമിഴ് ഗാനം പാടി ചേർന്ന് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോകുകയാണ്. കാൽമതിക്കും ദേശമെല്ലാം എൻ കർത്തർക്ക് സ്വന്തമാകും. നമ്മുടെ കാല് വയ്ക്കുന്ന ഭൂമിയെല്ലാം ദേശമെല്ലാം നമ്മുടെ കർത്താവിന് സ്വന്തമായി തീരും. ആ നല്ല അനുഭവങ്ങൾ ഉണ്ടാകേണ്ടതായി നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ദേശമെല്ലാം എൻ കർത്തർക്ക് സ്വന്തമാകും. കൺപാർക്കും ഭൂമിയെല്ലാം കൽവാരി കോടി പറക്കും. കാൽപിടിക്കും ദേശമെല്ലാം എൻ കർത്തർക്ക് സ്വന്തമാകും. കൺപാർക്കും ഭൂമിയെല്ലാം കൽവാരി കോടി പറക്കും. പറക്കട്ടും പറക്കട്ടും സിലുവയിൽ ജയക്കൊടി. ഹല്ലേലൂയ. ഉയരട്ടും ഉയരട്ടും യേശുവിൻ തിരുനാമം. ഹല്ലേലൂയ. പറക്കട്ടും പറക്കട്ടും സിലുവയിൽ ജയക്കൊടി. ഉയരട്ടും ഉയരട്ടും യേശുവിൻ തിരുനാമം. ഹല്ലേലൂയ. താഴ്കട്ടും മേഴുംകട്ടും ഗിദെയോനിൻ സേനകൾ. ഹല്ലേലൂയ. മുഴങ്കട്ടും മുഴങ്കട്ടും യേശുതൻ വഴിയെன்றுം. ഹല്ലേലൂയ. ഏഴുംകട്ടും ഏഴുംകട്ടും സേനകൾ. ഹല്ലേലൂയ. മുഴങ്കട്ടും മുഴങ്കട്ടും യേശുതൻ വഴിയെன்று. ഹല്ലേലൂയ. കാൽമതിക്കും ദേശമെല്ലാം എൻ കർത്തർക്ക് സ്വന്തമാകും. കൺപാർക്കും ഭൂമിയെല്ലാം കൽവാരി കോടി പറക്കും. കാൽമതിക്കും ദേശമെല്ലാം എൻ കർത്തർക്ക് സ്വന്തമാകും. കൺപാർക്കും ഭൂമിയെല്ലാം കൽവാരി കോടി പറക്കും. ചൊല്ലട്ടും ചൊല്ലട്ടും ജപസേന തുതിസേന. ഹല്ലേലൂയ. വെല്ലട്ടും വെല്ലട്ടും യെരിഹോവേ. ഹല്ലേലൂയ. സെല്ലട്ടും സെല്ലട്ടും ജപസേന തുതിസേന. ഹല്ലേലൂയ. വെല്ലട്ടും വെല്ലട്ടും യെരിഹോവേ. ഹല്ലേലൂയ. കാൽമതിക്കും ദേശമെല്ലാം എൻ കർത്തർക്ക് സ്വന്തമാകും. കൺപാർക്കും ഭൂമിയെല്ലാം കൽവാരി കോടി പറക്കും. കാൽമതിക്കും ദേശമെല്ലാം എൻ കർത്തർക്ക് സ്വന്തമാകും. കൺപാർക്കും ഭൂമിയെല്ലാം കൽവാരി കോടി പറക്കും. മാറായെ മധുരമാക്കി തീർക്കുമാവേ. മാറായെ മധുരമാക്കി തീർക്കുമാവേ. മാറയെ പിളർന്നു ദാഹം പോകുമാവേ. മാറയെ പിളർന്നു ദാഹം പോകും.
സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്ത്, കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്ത് പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. പരാമോൻ ഞാൻ ഇനി അടിമയല്ല, പരാമോൻ ഞാൻ അടിമയല്ല, പരാമസിയോനിൽ ഞാൻ അങ്ങനല്ല, പരാമസിയോനിൽ ഞാൻ അങ്ങനല്ല. അവൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ, അത് അവകാശമേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ യേശുവത്രേ ഹല്ലേലൂയ, എന്റെ യേശുവത്രേ ഹല്ലേലൂയ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, കടന്നുപോയി. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ ഹല്ലേലൂയ, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, എന്നെ കടന്നുപോയി, Thank you, Lord Jesus. Thank you, Lord Jesus. Glory to God, Jesus. Thank you, Lord. Praise the Lord. Praise the Lord. Hallelujah.
ഒരുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. Oh, hallelujah, 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 hallelujah. Thank you, Lord Jesus. Rabalabaushia, Digalagadagasha, Chikalabashatanadia. പരിശുദ്ധ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധാനം വണക്കും. ഇന്ന് പകൽവേള തിരുസന്നിധാനത്തിൽ കടന്നു വന്ന് അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ഒരവസരം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. നല്ല സംഗീത ഭാഗം ഞങ്ങൾക്ക് നൽകിയത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ട പ്രബോധനങ്ങൾ ഇന്ന് പകൽവേള നൽകണമേ. ദൈവനാമത്തിന് മഹത്വമായി തിരടികൾക്ക് അനുഗ്രഹമായി തിരടയാക്കും. എളിവനെ തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവരിലും പകർന്ന് ഒരുപോലെ അനുഗ്രഹിച്ച് സഹായിക്കും. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ സ്വർഗീയ പിതാവേ, എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല പകലിൽ മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായോഗമായി ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ ഇന്ന് പകൽവേളയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ, ഈ പ്രഭാതവേളയിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ കർത്താവ് നമുക്ക് അവസരമൊരുക്കി തന്നതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, വിശേഷിയാൽ ദൈവസഭയുടെ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവസഭയുടെ എൽഡേഴ്സായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൂട്ടായ്മകൾ ആചരിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി. ഇന്ന് പകലിലും വളരെ സന്തോഷത്തോടെ കടന്നു വന്ന് നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ രാത്രിവേള യഹോവ നമ്മെ താങ്ങിയതിനാൽ പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. നമ്മുടെ നാവുകൾ കുഴഞ്ഞു പോകാതെ, നമ്മുടെ കൈകാലുകൾ തളർന്നു പോകാതെ, നമ്മുടെ അസ്ഥികളെയും പേശികളെയും ഒക്കെ ദൈവം ബലപ്പെടുത്തി ഇന്ന് പകൽവേള കൂട്ടി വരുത്തിയത് ഓർത്ത് സ്തോത്രം. പല പ്രതീക്ഷകളോടും താല്പര്യത്തോടൊക്കെ മുൻപോട്ട് ജീവിച്ച അനേക പ്രിയപ്പെട്ടവർ കഴിഞ്ഞ നിമിഷം വരെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവരുടെ നടുവിൽ നമ്മെ ദൈവം ഭദ്രമായി സൂക്ഷിച്ചു. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ രാജ്യത്തെ നടുക്കിയ സംഭവമാണ് ഫ്ലൈറ്റ് ആക്സിഡൻറ്റ്. പ്രതീക്ഷകളോടെ യാത്ര തിരിച്ച അനേകർക്ക് യാത്രയുടെ പൂർത്തീകരണം കാണുവാൻ കഴിയാതിരുന്നപ്പോൾ ദൈവം നമ്മെ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നാട്ടിലേക്ക് കടന്നു പോകുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവം അത്ഭുതമായി പരിപാലിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം. തുടർന്നുള്ള ദിവസങ്ങളിലും വളരെ ശക്തമായി പ്രാർത്ഥിപ്പാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് ദൈവത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. വായിച്ച സങ്കീർത്തന ഭാഗത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാം. 95-ാം സങ്കീർത്തനമാണല്ലോ
ഇന്ന് രാവിലെ സമയം നാം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയത്. ജീവിതത്തിലുള്ള അവിശ്വാസപരമായ വിശ്വാസം നഷ്ടപ്പെട്ട് മുൻപോട്ട് പോകുന്ന വ്യക്തികൾക്ക് എതിരായുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ സങ്കീർത്തനമെന്ന് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു മുന്നറിയിപ്പ് നൽകുന്ന സങ്കീർത്തനം. അതിൽ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുന്ന കാര്യം ദൈവത്തെ ആരാധിപ്പാനുള്ള ഒരു ആഹ്വാനത്തോടുകൂടെ ആരംഭിക്കുക. 2 പ്രാവശ്യം ഒരേ കാര്യം തന്നെ സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒന്നാമത്തെ വാക്യം തന്നെ വീണ്ടും അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലും അത് ആവർത്തിക്കുക. വരുവീൻ നാം വണങ്ങി, വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക്. 6-ാം വാക്യം, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ ഉല്ലസിച്ച് ഘോഷിപ്പാൻ. ഉല്ലാസഘോഷമെന്ന് പറഞ്ഞാൽ ചെറിയൊരു ശബ്ദത്തോടെയുള്ള ആർപ്പല്ല, വളരെ ശബ്ദമുയർത്തി സന്തോഷത്തോടെ. നമുക്ക് സന്തോഷമുണ്ടാകുന്ന നിമിഷത്തിൽ നമ്മൾ സ്ഥലം മറിഞ്ഞ് നമ്മൾ അത് ശബ്ദമുയർത്തി നമ്മളത് അതിനോട് പ്രതികരിക്കും, ആ സന്തോഷം പ്രകടിപ്പിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കടന്നു വരുന്ന ദൈവമക്കളും സ്തോത്രം സന്തോഷത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന, ശബ്ദമുയർത്തി ദൈവത്തെ ആരാധിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകണമെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർപ്പിക്കുക. ഉല്ലസിച്ച് ഘോഷിക്കാം. ഘോഷമെന്ന് പറഞ്ഞാൽ ആഘോഷത്തിൽ വളരെ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാകും. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ. ആരെ ആരാധിക്കേണ്ടതെന്ന് പറയുന്നു 6-ാം വാക്യത്തിൽ. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നാം മുട്ടുകുത്തുവാനായുള്ള ആഹ്വാനം തരികയാണ്. നമ്മെ സൃഷ്ടിച്ച, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ നാം മുട്ടുകുത്തുക. എങ്ങനെയാണ് നാം ദൈവത്തിനെ ആർപ്പിടേണ്ടത്? സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെന്ന് ദൈവത്തെ ആർപ്പിടണം. സ്തോത്രം സങ്കീർത്തനങ്ങളോടെ ഘോഷിക്കണം. നല്ല കീർത്തനങ്ങളോടുകൂടെ ദൈവത്തെ എന്ത് ചെയ്യണം? ഘോഷിച്ചാനന്ദിക്കണം. താഴോട്ട് വായിച്ചു വരുമ്പോൾ നമ്മുടെ ദൈവം ആരാണെന്നും എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം, എന്തുകൊണ്ട് ആർപ്പിടണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. നമ്മുടെ ദൈവം ആരാണ്? സ്തോത്രം. അവൻ ആരാ? മഹാദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അവൻ സകല ദേവന്മാർക്കും മീതെ ആരാ? സ്തോത്രം. മഹാരാജാവ് തന്നെ. എല്ലാ അധികാരികൾക്കും മീതെ, സർവ്വ അധികാരികൾക്കും മീതെ, സർവ്വ രാജാക്കന്മാർക്കും മീതെ, സകല അല്ലെങ്കിൽ കർത്താക്കൾക്കും മീതെ നമ്മുടെ കർത്താവ്, കർത്താദി കർത്താവും രാജാതി രാജാവുമായി ദേവാദി ദേവനുമായിരിക്കുമ്പോൾ ആ ദൈവത്തെ ഇങ്ങനെ നാം ആരാധിച്ചാൽ പോരാ, ആ ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചാൽ പോരാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ സങ്കീർത്തനക്കാരൻ പറയാം, ഘോഷിച്ചുല്ലസിക്കണം. നമ്മുടെ ദൈവത്തെ പോലൊരു ദൈവം വേറെ ആരുമില്ല. സ്തോത്രം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഇതിലെ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച, അവയെല്ലാം നിയന്ത്രിക്കുന്ന, പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന, നിയന്ത്രിക്കുന്ന, ചരാചരങ്ങളെ ഓരോ നിമിഷവും ചലിപ്പിക്കുന്ന, സ്തോത്രം പരിപാലിക്കുന്ന നമ്മുടെ ദൈവത്തെ പോലൊരു ദൈവം ഈ ഭൂമിയിൽ വേറെ ആരുമില്ല. ഒത്തിരി ദേവന്മാർ അവതരിച്ചിട്ടുണ്ട്, ദൈവങ്ങൾ അവതരിച്ചിട്ടുണ്ട്. പക്ഷേ ആ അവതാരങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകതയാണ് നമ്മുടെ ദൈവത്തിനുള്ളത്. അത് ഓരോ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ ചരിത്രം പഠിക്കുക, ഐതിഹ്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും അവർക്ക് ഓരോരോ കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു, അത് നിറവേറ്റി അവർ പോയി. പക്ഷെ നമ്മുടെ ദൈവം അതല്ല. സ്തോത്രം. നമ്മുടെ ദൈവം ഈ സകല പ്രപഞ്ചത്തെയും മുഴുവൻ ലോകത്തെയും നിർമ്മിച്ച, സ്തോത്രം, മുഴുവൻ ലോകത്തെയും നിർമ്മിച്ച് അതിനെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവമാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ദൈവത്തെ ആരാധിക്കണമെന്ന്.
സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇതിവിടെ താഴോട്ട് വായിച്ചു വരുമ്പോൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. അതെല്ലാം പറഞ്ഞിട്ട് ഹല്ലേലൂയ അടുത്ത പറയുകയാണ്, നിങ്ങൾ ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. എങ്ങനെ? നിങ്ങളുടെ പിതാക്കന്മാർ സ്തോത്രം അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയതുപോലെ, മെരീബയിലെ പോലെയും മരുഭൂമിയിലെ മസാ നാളിലെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ എന്ത് ചെയ്യരുത്? കഠിനപ്പെടുത്തരുത്. ഹൃദയം കഠിനപ്പെട്ടു പോകരുതെന്ന് അറിയാമല്ലോ. ഹൃദയം കഠിനപ്പെട്ട വ്യക്തി ഫറവോനെ കുറിച്ച്, അവൻ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ടിട്ടും പിന്നെയും അവൻ്റെ ഹൃദയം എന്ത് ചെയ്തു? കഠിനപ്പെട്ടു പോയി. അങ്ങനെ കഠിനപ്പെടുന്നെങ്കിൽ ഓർത്തോണം, ഇതിൻ്റെ പിറകാലെ വരുന്നുണ്ടൊരു ദൈവത്തിൻ്റെ കരം. ഹല്ലേലൂയ. ഹൃദയം അങ്ങനെ കഠിനപ്പെട്ടു പോകുന്നെങ്കിൽ അതിൻ്റെ പിറകെ സ്തോത്രം ഒരു കരം വരുന്നുണ്ട്. അത് ആർക്ക് രക്ഷിപ്പാൻ കഴിയാത്ത ഒരു കരമാണ്, ആർക്കും വിടുവിപ്പാൻ കഴിയാത്തൊരു കരമാണ്. സ്തോത്രം. ദൈവം ചോദിക്കും, നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന, ദൈവത്തിൻ്റെ കയ്യിൽ നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ഈ ലോകത്തിൽ ആരുമില്ല. ഫറവോൻ പറഞ്ഞു, നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ദൈവൻ ആര്? പക്ഷേ ആ ഫറവോന് കാണിച്ചു കൊടുത്ത് ഈ ദൈവം ആരാണ്. സ്തോത്രം. നമ്മുടെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു, സ്തോത്രം, ഞാൻ നിങ്ങളെ കീറിക്കളയുമെന്ന്, മടങ്ങി വരാൻ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ട് സ്തോത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതോറും നിങ്ങളുടെ ഹൃദയത്തിന് എന്തുണ്ടാകണം? ഉരുക്കമുണ്ടാകണം. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതോറും നമ്മുടെ ഹൃദയത്തിന് മാനസാന്തരം ഉണ്ടാകണം. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതോറും നമുക്ക് ഹല്ലേലൂയ ദൈവത്തോട് അടുത്തുള്ള മനസ്സുണ്ടാകണം. വചനം കേൾക്കുന്നതനുസരിച്ച് നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ താഴോട്ട് വായിച്ചു ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കഠിനമായി പോകരുത്. നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, അവരുടെ പ്രവൃത്തിയെ കണ്ടിട്ടും എന്ത് ചെയ്തു? സ്തോത്രം. എന്നെ ശോധന ചെയ്തു. ദൈവത്തെ പരീക്ഷിച്ചെന്ന്, ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ടും ഇവർ ചോദിച്ചു, നമ്മുടെ പൂർവ്വക്കാർ ചോദിച്ചു, അവന് അപ്പം തരാൻ കഴിയുമോ? ഇറച്ചി തരാൻ കഴിയുമോ? സ്തോത്രം. ദൈവത്തെ ചോദ്യം ചെയ്യുക. സ്തോത്രം. ദൈവത്തെ പരീക്ഷിക്കുക. ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് അപ്പം തരാൻ കഴിയുമോ? ഈ മരുഭൂമിയിൽ മേശ ഒരുക്കാൻ കഴിയുമോ? ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ഇറച്ചി തരാൻ കഴിയുമോ? ഇത്രയും നാള് ദൈവം അവരെ നടത്തിയതെല്ലാം അവർ മറന്നുപോയി. അവരുടെ കൊതി മൂത്തപ്പോൾ എന്തുണ്ടായി? ദൈവത്തെ മറന്നുപോയത്. നമ്മുടെ ദൈവത്തെ മറന്നുപോകുന്ന യാതൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഒരു ചെറിയ വിഷയത്തിന് പോലും നമ്മുടെ ദൈവത്തോട് പിറുപിറുത്തു പോകരുത്. സ്തോത്രം. അങ്ങനെ പിറുപിറുത്തു പോയാൽ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകും. നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോയാൽ ഒരു പക്ഷേ രക്ഷപ്പെടാൻ പോലും മാർഗമില്ലാത്ത വിധത്തിൽ ഹല്ലേലൂയ സ്തോത്രം അത് എന്നേക്കുമായി നമുക്കൊരു നാശത്തിന് കാരണമായി തീരും. അങ്ങനെ ഹൃദയം കഠിനപ്പെട്ടു പോകാതെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കണ്ടിട്ടും പിന്നെയും ദൈവത്തെ ശോധന ചെയ്യാതെ, ദൈവത്തെ പരീക്ഷിക്കാതെ, സ്തോത്രം, ദൈവത്തിൻ്റെ ശബ്ദത്തിന് മുമ്പാകെ വിധേയപ്പെട്ട് കൊടുക്കുന്ന വിനയാന്വിതരായിത്തീരുന്ന നല്ല അനുഭവം നമുക്കുണ്ടാകട്ടെ. കർത്താവ് എന്താ പറയുന്നത്? നമ്മുടെ 40 ആണ്ട് എനിക്ക് ആ നീരസമുണ്ടായി. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും, സ്തോത്രം, അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനം. നമ്മളെക്കുറിച്ച് ദൈവം നോക്കുമ്പോൾ എന്താണ് പറയുന്നത്? നമ്മൾ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമാണെന്ന്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പലപ്പോഴും കാണുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ തോന്നിപ്പോകാറുണ്ട്. ദൈവത്തോട് പരീക്ഷിച്ച്, ദൈവത്തോട് പിറുപിറുത്ത്, ദൈവത്തോട് മത്സരിച്ച് മുൻപോട്ട് പോകുന്ന അനുഭവങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്ന് തോന്നത്തക്ക വിധമാണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പലപ്പോഴും. എന്നാൽ ഇന്ന് പകൽവേള ദൈവസന്നിധാനത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. സ്തോത്രം. ദൈവം പറയുന്നു, അവരോട് എനിക്ക് 40 ആണ്ട് നീരസം തോന്നി. 40 ആണ്ട് നീരസം തോന്നി. ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. ആരെ? ദൈവം വിടുവിച്ചു കൊണ്ടുവന്ന തൻ്റെ ജനത്തെ, മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ജനത്തെ ദൈവം എന്താ പറയുക? ഞാൻ നിങ്ങളെ അക്കരെ കൊണ്ടെത്തിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ഒരു ദേശമുണ്ട്, ഞാനത് നിങ്ങൾക്ക് ശാശ്വത അവകാശമായി തരാം.
നിങ്ങളെ ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ട് മരുഭൂമിയിൽ വെച്ച് അവർ പട്ടുപോയി. ദൈവത്തിന് അവരോട് നീരസം തോന്നി. എന്താ കാരണമെന്നറിയാമോ? അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമായിരുന്നു. ദൈവത്തോട് പിറുപിറുക്കുന്ന, ദൈവത്തോട് മത്സരിക്കുന്ന ജനമായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ നാം ഇങ്ങനെ ചരിത്രം പഠിക്കുമ്പോൾ, തിരുവചനം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, 20 വയസ്സിന് മുകളിൽ എണ്ണപ്പെട്ടവരായി അല്ലെങ്കിൽ യോശുവയും കാലേബും ഒഴിച്ച് മറ്റൊരു വ്യക്തി പോലും മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചവർ അല്ലെങ്കിൽ കനാൻ നാട്ടിൽ പ്രവേശിപ്പാൻ ഇടയായി തീർന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അവർ ദൈവത്തോട് മത്സരിക്കുന്നവരായി തീർന്നു, ദൈവത്തോട് പിറുപിറുക്കുന്നവരായി തീർന്നു. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം, കനാൻ ദേശം, നമ്മുടെ സ്വർഗ്ഗസിയോ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അല്ല, നമ്മുടെ ദൈവത്തോട് പിറുപിറുപ്പുകാരായി തീരരുത്, ദൈവത്തോട് മത്സരിക്കുന്നവരായി തീരരുത്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരായി, ദൈവത്തെ അനുസരിക്കുന്നവരായി നമുക്ക് മുന്നേറാം. സ്തോത്രം. അവസാന വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സ്തോത്രം. അവർ എൻ്റെ സ്വസ്ഥതയിൽ, നമുക്കൊരു സ്വസ്ഥത, നമുക്കൊരു ശബത്ത് ശേഷിക്കുന്നു. സ്തോത്രം. നമുക്കൊരു സ്വസ്ഥത ശേഷിക്കുന്നു. ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിയാതെ വണ്ണം കൈവിടപ്പെട്ടു പോകുന്ന യാതൊരു അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഓരോ ദിവസവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് ശോധന ചെയ്തുകൊണ്ട് മുന്നേറാം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സാക്ഷ്യത്തിനായിട്ടുള്ള സമയം വേർതിരിക്കുന്നു. പ്രാരംഭമായി കുഞ്ഞുങ്ങൾ മുൻപോട്ട് കടന്നു വന്ന് വാക്യങ്ങളെ പ്രസ്താവിക്കാവുന്നതാണ്. സ്തോത്രം. Children will come forward and say the words from the Bible. സ്തോത്രം. ജെസോ ജേക്കബ്. Praise Lord. Psalms 15 verse 2. For he who walks uprightly and works righteousness and speak the truth in his heart. Amen. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നാം ഒരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അവരുടെ സ്കൂൾ വെക്കേഷനുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ദൈവം പ്രത്യേകം അവരെ സൂക്ഷിക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തോടൊന്നുകൂടെ അടുത്ത് ജീവിക്കുന്ന നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനായി, ഈ വെക്കേഷൻ സമയങ്ങൾ അതിനൊക്കെ അവർക്ക് അവസരങ്ങൾ ലഭിക്കേണ്ടതിനായിട്ട് തിരുവചനം പഠിക്കുന്നതിനും സ്തോത്രം കർത്താവിനെ ആരാധിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനൊക്കെ നല്ല അവസരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിലുണ്ട്. അതവർ ഉപയോഗിക്കത്തക്കവണ്ണം ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ ഇടപെടേണ്ടതിനായി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആത്മസ്നാനം പ്രാപിച്ചവരായി, പരിശുദ്ധാത്മാ നിറവ് പ്രാപിച്ചവരായി, കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ അനുഭവം ഉണ്ടാകേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠനത്തോളം ബന്ധത്തിൽ നാട്ടിൽ കടന്നുപോയവരുണ്ട്, അഡ്മിഷന് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്നവരുണ്ട്, വിദേശ രാജ്യങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ ദൈവം സഹായിക്കുകയും സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേരെ നമ്മുടെ കരങ്ങൾ നീട്ടി നമ്മൾ ഒരുമിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർ കൊടുത്ത എല്ലാ നല്ല അനുഭവങ്ങൾക്കായി സ്തോത്രം. അവരിൽ പകർന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നവരായി, അവിടുത്തെ കൽപ്പന പ്രമാണിക്കുന്നവരായി ജീവിപ്പാൻ ദൈവം അവർക്ക് ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ജീവിത അനുഭവങ്ങൾ ഓരോ ദിവസങ്ങളും ദൈവം അവരെ പരിപാലിച്ച് സൂക്ഷിക്കണമേ. അനർത്ഥങ്ങൾ, അപകടങ്ങളിൽ നിന്നൊക്കെ അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, പഠനത്തുള്ള ബന്ധത്തിൽ വിദേശ രാജ്യങ്ങളിൽ സ്വദേശങ്ങൾ വിവിധ ഇടങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഉടനെ കർത്താവേ, കാര്യങ്ങളുള്ള ബന്ധത്തിൽ അഡ്മിഷന് വേണ്ടി കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവേ, അവരൊക്കെ ആയിരിക്കണം, അവരെല്ലാം പരിപാലിച്ചോളും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സഭയായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് അവിടുത്തെ രക്തത്താൽ മുദ്ര വെച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാ കാലത്തും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ. കർത്താവേ, തിരുനാമത്തെ അവരിൽ കൂടെ മുഖത്തുപെടുത്തും. പ്രാർത്ഥനകടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്വർഗ്ഗീയ പിതാവേ. ഷൗട്ട് ഹല്ലേലൂയ. Once more loudly. Once more. Good. God bless you. Okay. സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കാനുള്ള അവസരങ്ങളാണ്. വേഗത്തിൽ സമയത്ത് വിനിയോഗിക്കും.
praise Lord. I thank and praise the Lord for giving me this wonderful opportunity to stand and testify God's holy name. For the last 2 weeks, my husband and I were here, and by God's grace, we were able to be here with our parents and be in this land once again. We thank all of you for holding us in your prayers, even while we were away. If God willing, we'll be traveling back to Bangalore tomorrow morning. So I request all of you to please keep us in your prayers for our spiritual growth and our growth as people. We'll also be holding all of you in our prayers as well. Amen. ദൈവനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. നല്ല പ്രഭാതത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവസ്ഥിതി കടന്നു വരുവാൻ, ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ജീവിതത്തിൽ നിന്ന് ഭാഗ്യത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം വിശ്വസ്തനായിരുന്നു. ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പഠിക്കുവാനും വളരുവാനൊക്കെ ദൈവം സഹായിച്ചു. ജർമ്മയുടെ ഫർദർ എഡ്യൂക്കേഷൻ ഭാഗമായിട്ട് നാട്ടിലേക്ക് ഇന്ന് വൈകിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. സഭയുടെ സത്യ പ്രാർത്ഥന ചോദിക്കുന്നു. അവിടെ എൻ്റെ പ്രവൃത്തി മണ്ഡലത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവിടെ എൻ്റെ പിതാവിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹോസ്പിറ്റലായിരുന്നു. സഭ പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദി പറയുന്നു. അപ്പോൾ സൗഖ്യത്തോടെ ഭവനത്തിലായിരിക്കുന്നു. തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു ദിവസം എഴുതുന്നു. സാക്ഷ്യവാചകങ്ങൾ പ്രസ്താവിച്ച നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ജോജാൻ്റെ മകളും കുടുംബമായി ചില ആഴ്ചകൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ അവസരമൊരുക്കി. അടുത്ത ദിവസങ്ങളിൽ അവർ മടങ്ങിപ്പോകുന്നു. അവരുടെ മടക്കിയ യാത്ര ദൈവം കൂട്ടിനെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രിയ ജെയിംസ് കുടുംബമായിട്ട് പ്രിയ പൈതൽ ജെർമിയുടെ പഠനത്തോളം ബന്ധത്തിൽ കോളേജിലേക്ക് മണിപ്പാലിലേക്ക് കടന്നു പോകുന്നു. ദൈവം അവരോടൊപ്പം ഇരുന്ന് സഹായിക്കേണ്ടത് യാത്രയൊക്കെ അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സർജറിക്ക് വിധേയപ്പെട്ട് ആശുപത്രിയിലായിരുന്നു. വിടുതലോടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. എന്നാൽ അല്പമായ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പൂർണ്ണമായി വിടുതൽ ദൈവം പ്രിയ പിതാവിന് കൽപ്പിക്കേണ്ടതിനായിട്ട് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പലരും ഇന്നും അടുത്ത ദിവസങ്ങളുമായിട്ടൊക്കെ നാട്ടിലേക്ക് കടന്നു പോകുന്നവരുണ്ട്. അവരുടെ യാത്രയൊക്കെ ദൈവം അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി യാതൊരു നൃത്തങ്ങളോ പ്രയാസങ്ങളോ ഭാരമുണ്ടാകാതെ ദൈവം എല്ലാവരെയും സൂക്ഷിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ശാരീരികമായ ക്ഷീണത്തോടെ പ്രയാസത്തോടെ രോഗികളായിട്ടൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്. ദൈവം അവരെയൊക്കെ സൗഖ്യമാക്കേണ്ടതിന് വിടുവിക്കേണ്ടതിനായിട്ട് നമ്മുടെ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. അങ്ങനെ എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ടും കഥാവിൻ്റെ മേശ നമ്മുടെ മധ്യമുണ്ടല്ലോ. ആ മേശമേലുള്ള ശുശ്രൂഷയെ നമുക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവ്, നല്ല പ്രഭാത സമയത്തിനായി കർത്താവെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമേ, കഴിഞ്ഞൊരു ദിവസക്കാലം കർത്താവ് നേടിയങ്ങൾക്ക് നല്ലവനും വല്ലഭനുമായിരുന്നു. വരാവുന്ന ആപത്തിനകത്ത് നോക്കി ഞങ്ങളെ വിടുവിച്ച് കർത്താവെ സഭയാ കുടുംബങ്ങളെ ഒന്നിച്ചു കൂട്ടി കർത്താവ് ഈ പ്രഭാതത്തിൽ കർത്താവെ അങ്ങേ ആരാധിപ്പാൻ നേടിയാക്കിയ കൃപകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ കർത്താവെ സാക്ഷിവാചകങ്ങൾ കൂടെ കർത്താവെ കർത്താവ് ഓർപ്പിച്ച വിഷയങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ പ്രത്യേകാൽ പ്രിയ ശരണ്യ കർത്താവ് നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കുടുംബമായി ഇവിടെ ആയിരിക്കാനും മാതാപിതാക്കന്മാരോട് ഒന്നിച്ച് കർത്താവെ സന്തോഷത്തോടെ കർത്താവെ ഇവിടെ ആയിരിക്കുവാൻ കർത്താവ് നേടിയാക്കിയ കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ പ്രിയ ഭേദങ്ങൾ അടുത്ത ദിവസം കർത്താവ് ഇവിടെ നാട്ടിലേക്ക് യാത്രയാവുന്നല്ലോ കർത്താവെ അവരുടെ യാത്രയെ അനുഗ്രഹിക്കണമേ. അവർക്ക് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവെ കുടുംബജീവിതം കർത്താവ് നീ അവിടെ നൽകുന്നതിനാ സ്തോത്രം ചെയ്യുന്ന കർത്താവെ വീണ്ടും കർത്താവെ പ്രത്യേകാൽ കർത്താവ് ജെയിംസ് ചാനലിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ പ്രിയ പൈതൽ കഴിഞ്ഞ ദിവസം കർത്താവെ ഇവിടുന്ന് കർത്താവെ നാട്ടിലേക്ക് കർത്താവെ യാത്രയാലോ കർത്താവെ അവൻ്റെ കർത്താവെ യാത്ര കർത്താവെ അവൻ്റെ വിദ്യാഭ്യാസമൊക്കെ നീ ഇവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ പ്രിയ കുടുംബത്തെ നീ ഇവിടുന്ന് കർത്താവെ അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം ചെയ്ത് കർത്താവെ അവരുടെ യാത്ര കർത്താവെ അടങ്ങുന്നതിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ കഴിഞ്ഞ നാളുകളൊക്കെയും കർത്താവെ അവരുടെ കർത്താവെ എല്ലാ വിഷയങ്ങളും വേലും കർത്താവെ നീ പ്രാർത്ഥനയ്ക്ക് മറുപടി
നടപടി തന്ന ദൈവമാണ് കർത്താവേ. പ്രിയ പിതാവിനെ കർത്താവ് വീണ്ടും നിൻ്റെ കരങ്ങളിൽ കേൾപ്പിക്കുന്നത് കർത്താവേ. നീ തൊട്ടവരും നിന്നെ തൊട്ടവരും സൗഖ്യമായെന്ന് കർത്താവേ വചനത്തിൽ പറയുമ്പോൾ ഇന്ന് കർത്താവ് ഇന്ന് പകൽക്കാലം അടിയങ്ങൾ ഒന്നിച്ച് കർത്താവെ സഭയായി കർത്താവ് പ്രിയ പിതാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവെ. പൂർണ്ണ രോഗസൗഖ്യം കർത്താവെ നീ അവിടെ നൽകണമേ. നിൻ്റെ കർത്താവെ ആണിപ്പഴുതേറ്റ കരം തൊട്ട് കർത്താവെ നീ അവിടുന്ന് കർത്താവെ സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ കർത്താവ്. ഇന്ന് പകൽക്കാലം നീ അങ്ങനെ ചെയ്യുന്നതിന് ആ സ്തോത്രം. വീണ്ടും കർത്താവെ അടിയങ്ങൾ കർത്താവ് ഒരിക്കൽ കൂടി കർത്താവെ അടിയങ്ങളുടെ കർത്താവെ സഭയെ ഏൽപ്പിക്കുന്നത് കർത്താവെ. കർത്താവ് നിൻ്റെ തിരുമേശ അടിയങ്ങളുടെ മുൻപിലുണ്ടല്ലോ കർത്താവെ. ഭക്ഷിച്ച് പാനം ചെയ്ത് കർത്താവെ കർത്താവെ നിൻ്റെ വചനത്തിൽ കേട്ട് കർത്താവെ അനുഗ്രഹത്തോടെ ഇന്ന് പകൽക്കാലമായി തീരുവാൻ സ്വർഗവീതി അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ വീണ്ടും കർത്താവെ അടിയങ്ങളുടെ മധ്യത്തിൽ കർത്താവെ അനേകർ കർത്താവെ വിഷമത്തിലും പ്രയാസത്തിലും രോഗത്തിലും ഒക്കെയുമായിരിക്കുന്ന കർത്താവെ നീ അവിടുന്ന് കർത്താവെ അനുഗ്രഹിക്കണമേ. പലരും കർത്താവെ ഈ ദിവസങ്ങളിൽ നാട്ടിലേക്ക് യാത്രയാവുന്നല്ലോ കർത്താവെ. യാത്രയുടെയൊക്കെയും മധ്യത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ കർത്താവെ. നാട്ടിൽ പോയി കർത്താവെ പോയവരൊക്കെ എത്രയും വേഗം സന്തോഷത്തോടെ മടങ്ങി വരുവാൻ കർത്താവെ അടിയങ്ങൾക്ക് ഒന്നിച്ച് ആരാധനയായി ഒന്നിച്ച് നിൻ്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗമേ നീ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരിക്കൽ കൂടി കർത്താവെ അടിയങ്ങളുടെ സഭയും കുടുംബങ്ങളെ എല്ലാം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് കർത്താവെ അടിയങ്ങളെ അനുഗ്രഹിക്കുന്നതിനാ സ്തോത്രം. സകലതും കർത്താവ് ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമുള്ള നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഒരിക്കൽ കൂടെ ആയിരിക്കാനും ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവ് ഒരുക്കിയിട്ടുള്ള നല്ല സാവകാശത്തിനായി സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കുന്നത് വളരെ പ്രാർത്ഥനയോടെ തുറന്നുള്ള ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. പ്രിയ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് കഴിഞ്ഞ ചില ആഴ്ചകൾ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കി. ദൈവം അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കട്ടെ. അവർ കടന്നു പോകുന്ന ഇടങ്ങളൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയും ദൈവം വെളിപ്പെടുത്തി അവർക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നൽകി അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് തിരുവചനത്തിൽ നിന്നൊരു ഭാഗം വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കാം. വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും പൂർണ്ണ ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ മതി മതി. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചു. എഫേഷ്യൻസ് ചാപ്റ്റർ 4 verse 1. താങ്ക് യു. എഫേസ്യയിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഊന്നി പറയുന്ന ഒരു വസ്തുത, നിങ്ങൾ ഐക്യതയുള്ളവരായിരിക്കണം. ആ ഐക്യത എങ്ങനെയൊക്കെ കാത്തു സൂക്ഷിക്കണം എന്നുള്ള കാര്യവും ഇവിടെ രേഖപ്പെടുത്തും. ഒരു വിശ്വാസി ലോകത്തിലായിരിക്കുമ്പോൾ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ അവൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ 4-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തും. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, ഇവരെ പ്രബോധിപ്പിച്ച് പറയുകയാണ്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം നടപ്പിൻ. ഒരു വിശ്വാസി നടക്കേണ്ടത് വിളിക്ക് യോഗ്യമാം വണ്ണമായിരിക്കണം. എങ്ങനെയും ജീവിച്ചാൽ പോരാ, എങ്ങനെയും ആരാധിച്ചാൽ പോരാ, എങ്ങനെങ്കിലും നമ്മുടെ കാലഘട്ടം അവസാനിപ്പിച്ചാൽ പോരാ. കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്.
സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി ബലിയായി തന്നതിൻ്റെ പിറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, താല്പര്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. തൻ്റെ കൈയാൽ സൃഷ്ടിക്കപ്പെട്ട ജനം നശിച്ചു പോകാൻ പാടില്ല. അതിന് ഒരു വിശ്വാസി എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ അപ്പോൾ തന്നെ അതിൻ്റെ ശക്തി ഒട്ടും കെട്ടുപോകാതെ വളരെ ശബ്ദമുയർത്തി അല്ലെങ്കിൽ ശക്തിയോടെ തിരുവചനം വിളിച്ചു പറയുന്നത് ഒരു ദൈവ പൈതൽ എങ്ങനെ ആയിരിക്കണം, അവൻ ലോകത്തിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം. ഞാൻ മുമ്പ് ഓർപ്പിച്ചിട്ടുണ്ട്, ഈ പുസ്തകം തന്നെ രേഖപ്പെടുത്തുമ്പോൾ ഓരോ അധ്യായത്തിലും ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ അവനായിരിക്കുന്ന സ്ഥാനങ്ങളിൽ എങ്ങനെ ആയിരിക്കണം, പെരുമാറണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവൻ യുദ്ധക്കളത്തിലാണ്, വീട്ടിലായിരിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം, യുദ്ധക്കളത്തിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, ലോകത്തിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ 4-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ അവൻ ലോകത്തിലായിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം. അവിടെ പൗലോസ് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. വിളിക്ക് യോഗ്യമായി ജീവിക്കണം. നമ്മ എന്തിനാണ് വിളിച്ചതെന്നുള്ള ബോധ്യമുണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി, വിളി മനസ്സിലാക്കി ആ വിളിക്ക് യോഗ്യമായി തന്നെ ജീവിക്കണമെന്നാണ് പറയുന്നത്. ദൈവമക്കൾ എന്ന പേര് പറയപ്പെടുന്ന ഒത്തിരി പേരെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാം, ഒത്തിരി പേരെ കാണാം. പേരുകൊണ്ട് ദൈവമക്കളായിരിക്കാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ജീവിതം കൊണ്ട് ദൈവമക്കളായിരിക്കണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ജീവിതം കൊണ്ട് ദൈവമക്കളായിരിക്കണം. ക്രിസ്തീയ സത്യങ്ങൾ അനുസരിക്കുന്നവരെ ക്രിസ്ത്യാനികളാണെന്നാണ് പറയുന്നത്, ക്രിസ്തുവിനെ പിൻപറ്റുന്നവർ. യഥാർത്ഥ ക്രിസ്ത്യാനി ആരാ? യാഥാർത്ഥ്യ ബോധത്തോടു കൂടെ ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഏതൊരു വ്യക്തിയുണ്ട് അവരെ വിളിക്കേണ്ട പേരാ ക്രിസ്ത്യാനി. അല്ല, ഒരു മതത്തിൻ്റെ ആളായിട്ടല്ല ഒരു വ്യക്തി ഒരു ക്രിസ്ത്യാനിയാകുന്നത്. കർത്താവ് ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല, ക്രിസ്തീയ മതം എന്നൊരു മതം സ്ഥാപിച്ചിട്ടില്ല, അതിൻ്റെ വക്താവുമല്ല കർത്താവ്. പക്ഷേ ക്രിസ്തു മാർഗം അവൻ കാണിച്ചു തന്നു. ഒരു മതം സ്ഥാപിച്ച സ്ഥാപകനല്ല കർത്താവ്, ക്രിസ്തുവിൻ്റെ മാർഗം അവൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു. സ്തോത്രം. ഒരു ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, സമൂഹത്തിൽ എങ്ങനെ വർദ്ധിച്ചു വരണം എന്നൊക്കെ കർത്താവ് പറഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ അതേ കാര്യം പറയുകയാണ്, വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മളെ വേർതിരിച്ചല്ലെങ്കിൽ നമ്മളെ നട്ടതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി നമ്മൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവരായിരിക്കണം. നമ്മൾ മാനസാന്തരപ്പെട്ടവരാ ദൈവമക്കൾ, മനസ്സിന് രൂപാന്തരം വരുത്തിയവരാ. ജീവിതത്തിൽ രൂപാന്തരം, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതവും കർത്താവിനെ കണ്ടുമുട്ടിയ കാലശേഷമുള്ള നമ്മുടെ ജീവിതവും തമ്മിൽ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ആരാണ് നമുക്ക് തിരിച്ചറിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. പണ്ട് നമ്മൾ ലോകപ്രകാരം ജീവിച്ചവരാ. അന്ന് എങ്ങനെയും ജീവിക്കാമായിരുന്നു, ഏത് വഴിക്കും പോകാമായിരുന്നു, ഏത് വിധത്തിലും സംസാരിക്കാമായിരുന്നു, ഏത് വിധത്തിലും പ്രവർത്തിക്കാമായിരുന്നു, ആരും ചോദ്യം ചെയ്യാനില്ലായിരുന്നു. പക്ഷേ ദൈവത്തെ കണ്ടിറങ്ങിയ നാൾ മുതൽ, ദൈവശബ്ദം കേട്ട് ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ച നാൾ മുതൽ അന്നത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും തമ്മിൽ അതിനെ കർത്താവിന് വെളിവിച്ച് വേർതിരിച്ചല്ല, കർത്താവിന് വേണ്ടി വേർതിരിയപ്പെട്ട നാളെ മുതൽ ഇന്നു വരെയുള്ള നമ്മുടെ ജീവിതവും അന്നുള്ള നമ്മുടെ ജീവിതവും തമ്മിൽ ഒന്ന് ശോധന ചെയ്തിട്ട് അതിനെ ഒന്ന് പരിശോധിച്ചിട്ട് വേണം നമ്മൾ മുൻപോട്ട് ജീവിക്കാൻ. അന്ന് പ്രമാണം അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ദൈവത്തെ കണ്ടപ്പം ശേഷം മുതൽ നമ്മൾ പ്രത്യേക അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടു. നമ്മൾ പ്രത്യേക ഒരു വിഭാഗക്കാരായി. സ്തോത്രം. അപ്പൊ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചില്ലെങ്കിൽ നമ്മുടെ മാനസാന്തരം കൊണ്ട് ഒരു പ്രയോജനമില്ല. അത് വെറും മാനസാന്തരം. നമ്മൾ പറയാറുണ്ട്, മുഴുത്ത മാനസാന്തരം 3 മാസം.
3 മാസം കഴിയും അവർ പിന്മാറിപ്പോകും. അങ്ങനെയുള്ളവർ പിന്മാറിപ്പോകും. പക്ഷേ നമ്മൾ പുറകോട്ട് പോയില്ലെങ്കിൽ, മീൻസ് ഇത് വിട്ടുപോയില്ലെങ്കിലും നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നത് ശോധന ചെയ്യാൻ നമ്മൾ പലപ്പോഴും തയ്യാറാകുന്നില്ല. പൗലോസ് പറയുന്ന കാര്യം, വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. നമ്മെ ഓരോരുത്തരെ കുറിച്ച് ദൈവം ഓരോ ഉദ്ദേശം നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ചുണ്ട്. നമ്മളെ എന്തിനാണ് വിളിച്ചത്? പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. 2-ാം അധ്യായം 19-ാം വാക്യം. എന്തിനു വേണ്ടിയാ? 1 പത്രോസ് ലേഖനം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. എന്തിനു വേണ്ടിയാ തിരഞ്ഞെടുക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് നമ്മെ വിളിച്ചത്? അല്ല, നമ്മെ വിളിച്ചത് അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ദൈവം നമ്മെ സ്വന്തം ജനമാക്കി തീർത്തിരിക്കുമ്പോൾ വിശുദ്ധ വംശമായി പുരോഹിത വർഗമായി അവൻ നമ്മെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചപ്പോൾ, അല്ലെ മുൻപ് വഴിയറിയാതെ, അല്ലെ തപ്പി നടന്ന സ്ഥാനത്ത്, അല്ലെ എവിടേക്ക് പോകണമെന്നറിയാതെ, ഏത് വഴി തിരഞ്ഞെടുക്കണമെന്നറിയാതെ, എങ്ങനെ ജീവിക്കണമെന്നറിയാതെ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എങ്ങനെയും ജീവിച്ച, എങ്ങനെയും സംസാരിച്ച, എങ്ങനെയും പ്രവർത്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തത് എന്തിനു വേണ്ടിയെന്നറിയാമോ? അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. ഒരുപക്ഷെ പോയി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരോട് പറയണം, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. സ്തോത്രം. നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട് നമ്മൾ ആരാണെന്ന് മറ്റുള്ളവരുടെ മുമ്പാകെ കാണിച്ചു കൊടുക്കണം. സകലത്തിലും മാതൃകയായിരിക്കണം ദൈവമക്കൾ. വിശുദ്ധ വിളിയാൽ ദൈവം നമ്മെ വിളിച്ചു. ആ വിളിച്ച വിശുദ്ധ വിളി, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ജീവിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. സ്തോത്രം. വിശദീകരിക്കുന്നില്ല. വിളിക്ക് യോഗ്യമാവണ്ണം നമ്മൾ നടക്കണം. വിളിക്ക് യോഗ്യമാവണ്ണമാണോ നമ്മൾ നടക്കുന്നത്? സ്തോത്രം. എവിടെ പോയാലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ജീവിതം ഏറ്റവും താണത്തട്ടിലേക്ക് പോകുന്നെങ്കിൽ ദൈവം നമ്മെ വിളിച്ചതുകൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനമുണ്ടായി? സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോവുക വേഗത്തിൽ. അതിൻ്റെ 2-ാം വാക്യത്തിൽ, എങ്ങനെയൊക്കെ യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടെ നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും എങ്ങനെയൊക്കെ ആയിരിക്കണം? 1 പൂർണ്ണ വിനയത്തോടെ ആയിരിക്കണം. 2 സൗമ്യതയോട് കൂടെ നടക്കണം. പൂർണ്ണ വിനയം. വിനയം ദൈവത്തിൻ്റെ സെല്ലുണ്ട്. നമുക്ക് ദൈവത്തോടൊരു വിനയമുണ്ടോ? താഴ്മയുണ്ടോ? സൗമ്യതയുണ്ടോ? ദൈവം പറയുന്നു, ഞാൻ സൗമ്യതയുള്ളവനാ, ഞാൻ വിനയമുള്ളവനാ, ഞാൻ താഴ്മയുള്ളവനാ. നിങ്ങൾ എന്നോട് ചേർന്ന് എൻ്റെ മുഖമെടുത്ത് എന്നോട് പഠിച്ചുകൊള്ളുവിൻ. ദൈവം പറയുന്ന മാതൃകയാക്കാൻ പറയുന്നത് ദൈവത്തെ, കർത്താവിനെ മാതൃകയാക്കാനാ. നമ്മളെ മാതൃകയാക്കാൻ ആരോടെങ്കിലും നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറയാൻ കഴിയുമോ? ഞാൻ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിപ്പാൻ മറ്റുള്ളവരോട് പറയുവാൻ കഴിയുമോ നമുക്ക്? ഇല്ലെങ്കിൽ ഈ ദിവസങ്ങൾ നമ്മൊന്ന് മടങ്ങി വരണം. ആ കൃപയിലേക്ക്, ആദ്യ കൃപയിലേക്ക്, ആദ്യ അനുഭവത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. നമ്മൾ എങ്ങനെ ജീവിക്കണം? നമ്മുടെ കർത്താവ് തന്നെ നമുക്ക് മാതൃക കാണിച്ചിട്ടൊന്നു. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ ക്രിസ്തുവിനെ നമ്മളിൽ കാണണം. എങ്ങനെയൊക്കെ കാണണം? താഴോട്ട് വായിച്ചു കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ക്രിസ്തുവിനെ നമ്മൾ കാണണം. സ്നാന ശുശ്രൂഷ അടക്കുമ്പോൾ, അതിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കണം. ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ ആയിരിക്കണം കാണേണ്ടത്. അപ്പോൾ ക്രിസ്തുവേശുള്ള ഭാവം തമ്മിലുണ്ടാകണം, സ്വഭാവം തമ്മിലുണ്ടാകണം. എന്താ ക്രിസ്തുവിൻ്റെ സ്വഭാവം? സൗമ്യത, താഴ്മ, വിനയം, സ്തോത്രം, ശുശ്രൂഷിപ്പാനുള്ള മനോഭാവം,
കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നത് നോക്കിയേ. ശിഷ്യന്മാർ പത്രോസ് തന്നെ വിലക്കിയിട്ടും പറയുകയാണ്, ഞാൻ നിന്റെ കാല് കഴിയില്ലെങ്കിൽ എന്നോട് കൂടെ നിനക്ക് പങ്കില്ല. കർത്താവിൻ്റെ ആ താഴ്മ, ആ സ്വഭാവം മറ്റുള്ളവരുടെ ഭാഗം താഴ്മ ധരിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? താഴ്മ ധരിച്ചാൽ ക്രിസ്തുവിനെ നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. ഇവിടെ സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. സ്നേഹത്തിൽ എന്ത് ചെയ്യണം? അന്യോന്യം പൊറുക്കണം. ഞാൻ എൻ്റെ സഹോദരനോട് പൊറുക്കണം, എൻ്റെ സഹോദരൻ എന്നോട് പൊറുക്കണം. അതാണ് സ്നേഹത്തിൻ്റെ പ്രത്യേകത. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന സ്നേഹത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഒന്ന് സമയമില്ലെങ്കിൽ വേഗത്തിലൊന്ന് വായിച്ചു വിട്ടേക്കാമോ? 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ. ആ ആ ആ എനിക്ക് സകല കൃപാവരങ്ങൾ ഉണ്ടായിട്ടും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ലെന്ന്. സ്നേഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് താഴോട്ട് വായിച്ചു വരുന്നു. സ്നേഹത്തിൻ്റെ ഗുണങ്ങൾ: സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, ചീർക്കുന്നില്ല, നിഗളിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, പിന്നെ എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹമോ ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. ഭാഷാപരം നിന്നു പോകും, പ്രവചനപരം നിന്നു പോകും, നിന്നു പോകും. മതി, ഞാൻ വിശദീകരിക്കുന്നില്ല. സ്നേഹത്തിൻ്റെ പ്രത്യേകതയാ. സ്നേഹമുണ്ടെങ്കിലേ നമ്മുടെ കർത്താവിൻ്റെ കർത്താവ് തന്നെ പറയും, ഞാൻ സ്നേഹമാകും, ദൈവ സ്നേഹമാകുന്നു. അപ്പോൾ ദൈവ സ്നേഹമായിരിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കാതിരുന്നാലോ? അത് വൺ വേ ട്രാഫിക് ആവത്തില്ലേ? ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ പറയുന്നത് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കണം. നമ്മൾ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു? നമ്മളെ ദൈവം സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നവർക്കെല്ലാം കൊടുക്കും, അല്ലേ? സ്നേഹിക്കുന്നവരെല്ലാം കൊടുക്കും. അങ്ങനെ കർത്താവ് നമുക്കെല്ലാം തന്നു, സ്വന്തം ജീവൻ പോലും തന്നു, നമ്മളെ സ്നേഹിച്ചു. പക്ഷെ നമ്മൾ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയും, അവൻ്റെ കൽപ്പന പ്രമാണിക്കാതിരുന്നേയും ദൈവത്തിൻ്റെ സ്നേഹം എവിടെ? കാണപ്പെടുന്നതിൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? ഇതൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ദൈവത്തോട് ചേർന്നങ്ങ് നടന്നാലോ വളരെ എളുപ്പമോ? കാണപ്പെടുന്ന നമ്മുടെ സഹോദരനെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, യാക്കോബിന്റെ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാണപ്പെടാത്ത ദൈവത്തെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും? നിങ്ങളുടെ സഹോദരൻ ഒരു നഗ്നനായിരുന്നാൽ പോയി തീകായം പറയുന്നതിനേക്കാൾ അവന് വസ്ത്രം കൊടുത്ത് ഒടിപ്പിക്കുന്നതാണ് സ്നേഹം. അവൻ വിശന്നിരിക്കുമ്പോൾ പോയി മറ്റെന്തെങ്കിലും ചെയ്യാൻ പറയുന്നതല്ല സ്നേഹം. അവൻ്റെ വിശപ്പ് മാറ്റി കൊടുക്കുന്നതാണ് സ്നേഹം. അതാണ് ദൈവസ്നേഹം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം തന്നെ നമ്മിൽ ഉണ്ടാകണം. ദൈവത്തിൻ്റെ ഭാവം നമ്മിൽ ഉണ്ടാകണം. ദൈവത്തിൻ്റെ ഭാവം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടാകും. ഏതാ? സൗമ്യത ഉണ്ടാകും, ദയുണ്ടാകും, ദീർഘക്ഷമ ഉണ്ടാകും, അന്യോന്യം പൊറുക്കും, അന്യോന്യം സഹിക്കും, അന്യോന്യം ക്ഷമിക്കും. ഇതെല്ലാം സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. സ്നേഹമില്ലെങ്കിൽ ഇതൊന്നും ഇല്ലതാനും. അപ്പോൾ അന്യോന്യം പൊറുക്കുന്നു. അടുത്തത്, ആത്മാവിൻ്റെ ഐക്യത സ്നേഹബന്ധത്തിൽ കാക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. ആത്മാവിൻ്റെ
ഐക്യത, സമാധാന ബന്ധത്തിൽ കാക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ നമുക്കുണ്ടാകേണ്ട ഗുണഗണങ്ങളാണ് ഇതൊക്കെ. വിശിഷ്യാൽ ഒരു ദൈവ പൈതലിന് ദൈവമക്കളുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട, കാത്തു പരിപാലിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നിങ്ങൾ ലോകത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവിടെ പറയുക. നിങ്ങൾ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടപ്പീൻ. നിങ്ങൾ ലോകത്തിലാണ് ജീവിക്കുന്നത്, നിങ്ങൾ ലോകത്തിലാണ് വസിക്കുന്നത്. അയോഗ്യമായി നടക്കരുത്, സ്വാർത്ഥം അന്വേഷിക്കരുത്, സത്യത്തിൽ സന്തോഷിക്കണം, അനീതിയിൽ സന്തോഷിക്കരുത്. സ്തോത്രം. അന്യോന്യം പൊറുക്കണം. ഒരിക്കൽ ഒരമ്മാമ്മ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഇരിക്കുന്നുണ്ട്. അവർ മറ്റൊരാളുമായിട്ടൊരു പ്രയാസമുണ്ടായി, ഒരു ദൈവദാസനുമായിട്ട്. അമ്മമ്മയുടെ മകൾ പറഞ്ഞു, ഇതുപോലെ പാസ്റ്റർ ആരോ നമ്മുടെ ഇവിടെ വന്ന് ആരോ കണ്ടു, അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുക, ഹോസ്പിറ്റലിൽ കണ്ടിട്ട് പോയി, ഞങ്ങളുടെ പപ്പായെ കാണാൻ വന്നില്ല, നേരിട്ട് പോയെന്ന് പറഞ്ഞു. പക്ഷേ ആ ദൈവദാസൻ അന്ന് അവിടെ പോയില്ല, അദ്ദേഹത്തെ പോലുള്ള ആരോ അതുവഴി പോയി. സത്യമായിരിക്കും. ആ ഒറ്റ കാരണം പിടിച്ചോണ്ടിരുന്നു. പോകുന്നത് വരെ ദൈവദാസനോട് മിണ്ടിയിട്ടില്ല. കമ്മിറ്റിക്കാരൊക്കെ ഇടപെട്ട് സംസാരിച്ച് എങ്ങനെയെങ്കിലും സന്തോഷമായിട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ച് സംസാരിച്ചിട്ട് അവസാനം ആ ദൈവദാസൻ പോയിട്ട് അടുത്തത് ചെന്നത് ഞാനും ഒത്തിരി സംസാരിച്ചു. കമ്മിറ്റിക്കാരോട്ട് പോയി സംസാരിച്ചിട്ട് അവസാനം എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ചു. അവസാനം പറഞ്ഞത്, ഞാൻ ക്ഷമിച്ചു, പക്ഷെ മറക്കത്തില്ലെന്ന്. ഞാൻ ക്ഷമിച്ചു, ഒരിക്കലും മറക്കത്തില്ലെന്ന്. ഇതാണോ ദൈവസ്നേഹം? ഇതാണോ പൊറുക്കുന്നത്? ഇതാണോ ക്രിസ്തുവേശുള്ള ഭാവം? അതിനെ ഇങ്ങനെ പറയാം, ആനപ്പകയെന്ന് പറയാം. ഇത് ഉള്ളി വെച്ചോണ്ടിരുന്ന അങ്ങോട്ട് പോവുക, പിശാച് ബാധിക്കത്തില്ലേ? അങ്ങോട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴേ, കാഹളം ധ്വനിക്കുമ്പോഴേ, ഉയർത്തെഴുന്നേൽക്കാൻ സമയമാകുമ്പോഴേ, യോശുവയുടെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ അല്പം അഴുക്ക് കണ്ടിട്ട് അവൻ്റെ വസ്ത്രത്തിൽ അവനെ എതിരെ വാദിച്ചെങ്കിൽ, ക്ഷമിച്ചെങ്കിലും മറക്കാതിരുന്നാൽ, ആ ക്ഷമയുടെ കാര്യം, ആ ക്ഷമ ഒരു ക്ഷമയല്ല. ക്ഷമിച്ചെങ്കിലും മറക്കാതിരുന്നാൽ ആ ഒരു ക്ഷമയല്ല. നമ്മുടെ ഉയർപ്പിനത് തടസ്സമാകും. ആരോടും നമ്മുടെ ഉള്ളിൽ കയ്പ് വെച്ചുകൊണ്ടിരിക്കരുത്, പക വെച്ചുകൊണ്ടിരിക്കരുത്. ഉണ്ടായാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആരോടെങ്കിലും നമുക്ക് വിരോധമുണ്ടെങ്കിൽ അവരായിരിക്കും പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അവരായിരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഇന്നത് ചെയ്യണം, ഇന്നതുപോലെ പ്രവർത്തിക്കണം, ഇന്നതുപോലെ സംസാരിക്കണം, അവനെ കണ്ടാൽ മിണ്ടരുത്, അവളെ കണ്ടാൽ മിണ്ടരുത്. അവർ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ആ ഒരൊറ്റ വ്യക്തി നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ആ വ്യക്തിക്ക് അനുസരിച്ചല്ലേ നമ്മൾ നീങ്ങുന്നേ? നെവർ. യോഗ്യമാവണ്ണം നടക്കണം. വിശ്വാസിക്ക് യോഗ്യമാവണ്ണം നടക്കണം. ഒരു ദൈവ പൈതലിന് യോഗ്യമാവണ്ണം നടക്കണം. കർത്താവിൻ്റെ മേശ അതാ വിളിച്ചു പറയുന്നത്. അന്യോന്യം പൊറുക്കാൻ കഴിയണം, അന്യോന്യം ക്ഷമിക്കാൻ കഴിയണം. അതാ കർത്താവ് കാണിച്ചു തന്നത്. നമ്മുടെ പാപങ്ങളും നമ്മുടെ അകൃത്യങ്ങളും നമ്മുടെ ജീവിതമൊക്കെ വെച്ച് നോക്കിയായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കില്ലായിരുന്നു. എന്നാൽ സകലവും മറന്ന്, മറ്റു ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം മറന്ന് നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഈ മേശമേലിരിക്കുന്ന അപ്പവീഞ്ഞികൾ. ഇന്ന് പകൽവേള നമ്മുടെ ദൈവത്തിനെങ്കിലേക്ക് നമുക്ക് നടത്തിയെല്ലാം കഴിയുമോ? ഉയരത്തെങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ നോക്കാൻ കഴിയുമോ? നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തോട് നമുക്ക് എങ്ങനെ സ്നേഹമുണ്ടാകും? നമ്മുടെ പ്രിയപ്പെട്ടവരോട് അല്ലെങ്കിൽ നമ്മുടെ കുറ്റങ്ങളെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവരുടെ അല്ലെങ്കിൽ തെറ്റുകൾ ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ദൈവത്തോട് നമുക്ക് എങ്ങനെ സ്നേഹമുണ്ടാകും? സ്തോത്രം. നമ്മുടെ സഹോദരനെ സ്നേഹിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം. അല്ല, നമ്മുടെ സഹോദരനെ പകയ്ക്കുന്നത് ദൈവത്തെ പകയ്ക്കുന്നത് തുല്യമാ. നമ്മുടെ ദൈവത്തെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ വെറുക്കുന്നത് ദൈവത്തെ വെറുക്കുന്നതിന് തുല്യമാ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽവേള ഒരു സ്വയശോധനയ്ക്ക് വിധേയപ്പെടുത്തിയിട്ട് വേണം ഈ മേശമേൽ നാം പങ്കാരായി തീരുവാൻ.
സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഓർക്കുമ്പോൾ അത് മറ്റുള്ളവരിൽ നിന്നുണ്ടായ വേദന, ഒരുപക്ഷെ വേദന ഉണ്ടായി കാണാം, ഒരുപക്ഷെ പ്രയാസം ഉണ്ടായി കാണാം, ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടായി കാണാം. ശരി തന്നെ. അല്ലെങ്കിൽ അതവരോട് ക്ഷമിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ, പൊറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് അല്ലെങ്കിൽ ഒരു ഐക്യതയും ഇല്ല. നമ്മുടെ കർത്താവുമായിട്ട് ഒരു ബന്ധവും നമുക്കില്ല. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ നിങ്ങൾക്ക് എങ്ങനെ സ്നേഹിപ്പാൻ കഴിയും? ഒരു നിമിഷം ഒന്ന് ശോധന ചെയ്യട്ടെ. നമ്മുടെ അകൃത്യങ്ങൾ നമ്മുടെ കർത്താവ് എന്തുമാത്രം നമ്മൾ ക്ഷമിച്ചു. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമ്മുടെ കർത്താവ് എന്തുമാത്രം ക്ഷമിച്ചു. നമ്മൾ ഏൽക്കേണ്ടതൊക്കെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റു. ആ തിരുശരീരത്തിൽ അതെല്ലാം വഹിച്ചു. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. തിരുവചന ഭാഗം ഏൽപ്പിച്ചു കൊടുക്കട്ടെ. വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുന്നവരായിരിക്കട്ടെ. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ കൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മൾ അറിഞ്ഞ സത്യത്തെ നമ്മളിൽ കൂടെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. സ്തോത്രം. ഇന്ന് പകൽവേള അതിന് തയ്യാറാവുമോ? സ്തോത്രം. നമ്മുടെ കർത്താവിനെ എത്രമാത്രം നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും നമ്മുടെ വീണ്ടെടുപ്പിന് അയച്ചു. നമ്മളെ സ്നേഹിച്ചാൽ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ മേശയിൽ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസന്മാർ മുമ്പോട്ട് കടന്നു വരുമ്പോൾ, പ്രിയ സഹോദരന്മാർ മുമ്പോട്ട് കടന്നു വന്ന് ഒരു പാട്ട് ഇപ്പോൾ പാടുന്നതായിരിക്കും. നമ്മെ തന്നെ ദൈവകരങ്ങളൊന്ന് സമർപ്പിച്ചു കൊടുക്കാമല്ലോ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ നമുക്കൊന്ന് ധ്യാനിക്കാം. അവൻ്റെ മുതുക് മുഴുവൻ ഉഴവുചാല് പോലെ കയറി. സ്തോത്രം. റോമൻ പടയാളികൾ രണ്ടുപേർ, ഒരുവൻ അപ്പുറവും ഒരുവൻ ഇപ്പുറവും നിന്നുകൊണ്ട്